ഹായ് നമസ്തേ സുഹൃത്തുക്കളെ, വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ. സുഖമല്ലേ? ഇന്ന് ഇൻ്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേ ആണല്ലോ, അതായത് അന്തർദേശീയ സൗഹൃദ ദിനം. ഈ ദിനത്തിൽ നമ്മൾ എൻ്റെ യൂട്യൂബ് പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂവേഴ്സ് ആയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. വരും വീഡിയോ കാണാം. അപ്പോൾ സ്ഥിരം ചെയ്യുന്ന വീഡിയോ പോലെ അല്ലാതെ ഒരു പുതിയ വീഡിയോ കണ്ടൻറ്റുമായി ഞാൻ വന്നിരിക്കുകയാണ്. എല്ലാവരും ദയവായി സഹകരിക്കുക. അപ്പോൾ ഇന്ന് ഇൻ്റർനാഷണൽ ഫ്രണ്ട്ഷിപ്പ് ഡേയിൽ നമുക്ക് ഒന്ന് ആഘോഷിക്കണ്ടേ? അപ്പം വാ, നമുക്കൊന്ന് പൊളിക്കാം. അതായത് മറ്റൊന്നുമല്ല, എൻ്റെ കലാപരമായ കഴിവുകൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് സപ്പോർട്ട് വാങ്ങിക്കാനാണ്. ദയവായി സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടി ചെയ്യുക. എന്തായാലും തുടങ്ങാം. അതായത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് 7ാം ക്ലാസ് തൊട്ട് എൻ്റെ സംഗീത കോമ്പറ്റീഷനുകളിലൊക്കെ പങ്കെടുക്കുക, അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. ആദ്യം എൻ്റെ സ്കൂളിൽ, അതായത് എൻ്റെ തിരുവല്ലയിൽ മുത്തൂർ NSS ഹൈസ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായി ഞാൻ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത്. അത് ലൈറ്റ് മ്യൂസിക് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ സിനിമാ ഗാനം നമുക്ക് പാടുവാൻ സാധിക്കുമായിരുന്നു. ഇപ്പം എങ്ങനെയാണ് റൂളൊന്ന് എനിക്കറിയില്ല. എന്തായാലും അന്നത്തെ ആദ്യത്തെ സിനിമാ ഗാനം ആദ്യമായി കോമ്പറ്റീഷനിൽ സ്കൂൾ കലോത്സവത്തിൽ സിനിമാ ഗാനം പാടി എനിക്ക് ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടി. അത് ഭാഗ്യവശാൽ അവിടെ നിന്ന് തുടങ്ങിയതാണ് എൻ്റെ ഈ കലാപരമായ പാട്ടിൻ്റെ ചെറിയ കഴിവോ എങ്ങനെയോ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കി. അതൊക്കെ ഇൻബോൺ ടാലൻ്റ് എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ തന്നെ ആയിരിക്കാം. അങ്ങനെ അവിടെ തുടങ്ങി. ആ പാട്ട് ഞാനിവിടെ നിങ്ങളെ ആദ്യമായിട്ട്, എല്ലാം ഒരു 2 വരിയേ ഉള്ളൂ, നിങ്ങൾ ബോറടിപ്പിക്കുകയില്ല. അല്ലെങ്കിൽ ഞാൻ അത്ര മഹത്തരമായ പാട്ടൊന്നും അന്നൊന്നും പറയില്ല എൻ്റെ പാട്ട്. എങ്കിൽ പോലും ഇഷ്ട ഗായകരുടെ പാട്ടുകൾ മൂളിപ്പാട്ട് പാടിക്കൊണ്ട് നടന്ന ഒരു കൊച്ചുകുട്ടി 7ാം ക്ലാസ്സിൽ കലോത്സവം വന്നപ്പോൾ ഒരു ട്രയൽ പോലെ ഇങ്ങനെ ഒരു പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ ആ പാട്ടിന് ഫസ്റ്റ് പ്രൈസ് കിട്ടുക എന്ന് പറയുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കേണ്ടല്ലോ. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഒരു പക്ഷേ കുട്ടികളുള്ളവരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച്. അപ്പോൾ എന്തായാലും ആ കലാപരമായ കഴിവ് എൻ്റെ മകൾക്കും കിട്ടിയിട്ടുണ്ട്. അവൾ എന്നെക്കാട്ടും നന്നായി പാടുകയും ചെയ്യും. അവൾ സ്വന്തമായി യൂട്യൂബ് ചാനൽ വരെ തുടങ്ങിയെങ്കിലും അവൾക്ക് ഇപ്പോൾ സമയമില്ല. അവൾ ജോലി ചെയ്യുന്നു. സ്വന്തമായൊരു ജോലി ഉള്ളതുകൊണ്ട് അതിൽ നല്ലപോലെ അവൾ അധ്വാനിച്ച് ജോലി ചെയ്യുന്നുണ്ട്. ആ ജോലി ആയിട്ട് അവൾ കഴിയുന്നുണ്ട്. അതൊന്നും അവൾക്ക് പാട്ടൊന്നും പാടിയിടാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. എന്തായാലും ഞാൻ എൻ്റെ ചരിത്രത്തിലേക്ക് വരാം. അപ്പോൾ ആ പാട്ട് ഇതായിരുന്നു അന്ന് ഫസ്റ്റ് പ്രൈസ് കോമ്പറ്റീഷനിൽ സ്കൂൾ കലോത്സവത്തിൽ കിട്ടിയത്. ആദ്യത്തെ 2 വരി കേൾക്കുക. ബ്രഹ്മാനന്ദൻ പാടിയ അനശ്വരമായ ആ ഗാനം തെക്കൻ കാറ്റ് എന്ന സിനിമയിൽ മധു പാടിയതാണ്, അഭിനയിച്ചതാണ്, ലിപ്പ് കൊടുത്ത് മൂവ്മെൻറ്റ് കൊടുത്ത് പാടിയതാണ്. പ്രിയമുള്ളവളേ, പ്രിയമുള്ളവളേ, നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. പ്രിയമുള്ളവളേ. ഈ ഗാനത്തിൻ്റെ ആദ്യത്തെ പാട്ടും പ്രൈസ് കിട്ടിയ പാട്ടും ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ആദ്യത്തെ ചരണം ഒന്ന് പാടാം. അത് ദയവായി ക്ഷമിക്കുക, അതുകൂടി കേൾക്കുക. പാലൊളിച്ചന്ദ്രനും പാതിരക്കാറ്റും പതുങ്ങി നിൽപ്പൂച്ചാരേ. പാലൊളിച്ചന്ദ്രനും പാതിരക്കാറ്റും പതുങ്ങി നിൽപ്പൂച്ചാരേ. വിശുദ്ധയായി വിടന്നു നീ എൻ്റെ വികാരരാജാങ്കണത്തിൽ. വിശുദ്ധയായി വിടന്നു നീ എൻ്റെ വികാരരാജാങ്കണത്തിൽ. വികാരരാജാങ്കണത്തിൽ. പ്രിയമുള്ളവളേ, നിനക്കു വേണ്ടി പിന്നെയും നവസ്വപ്നോപഹാരം ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. പ്രിയമുള്ളവളേ.
പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി അടുത്ത എപ്പിസോഡുകളിൽ അല്ലെങ്കിൽ അടുത്ത യൂട്യൂബ് ചാനൽ വീഡിയോകളിൽ ഞാനിങ്ങനെയുള്ള പാട്ടുകൾ, കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ പാട്ടുകൾ ഞാനിടുന്നതാണ്. ദയവായി സപ്പോർട്ട് ചെയ്യുക, ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക. നിങ്ങളുടെയൊക്കെ സഹകരണവും കാഴ്ചകളും കൊണ്ടാണ് ചാനൽ മുന്നോട്ട് പോകുന്നത്. എൻ്റെ മറ്റൊരു കാര്യം പറഞ്ഞാൽ, എനിക്കിപ്പോൾ 62 വയസ്സോളമായി. അപ്പോൾ അന്ന് പാടിയ പാട്ട് ഓർമ്മിച്ചെടുത്ത് നിങ്ങളിലേക്ക് സൗഹൃദ ദിനത്തിൽ എത്തിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഞാനൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട്, സ്കൂട്ടർ ആക്സിഡൻറ്റ് പറ്റിയിട്ട് തുടയിലൊടിഞ്ഞിട്ട് ഞാൻ റെസ്റ്റിലാണ് 6 മാസമായിട്ട്. അതുകൊണ്ട് എനിക്ക് പുറത്ത് പോയി വീഡിയോകളൊന്നും പിടിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വീട്ടിലിരുന്നുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നു. എന്തായാലും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം. ജയ് ഭാരത് മാതാ.